Next, we will look at the spectra and the spectroscopy. So, what we are looking at a tool that is central to the topic of astrophysics, spectroscopy and spectra. നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതല്ല. സോ ദിസ് ഈസ് എൻ അമേസിങ് ടോപ്പിക് ഫ്രം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ലൈറ്റ് from an object. We can say how hot it is, how far away it is, and in which direction is it moving, and if it is rotating, and infer its age, mass, how long it will live, and so on. All many things we can get it from looking at the spectra and study the spectroscopy of that object. Okay, so here using a spectroscope mounted at the eyepiece end of a telescope, light from a star can be collected and photographed. The result is something called a spectrum. സോ അപ്പോൾ നമുക്ക് സ്പെക്ട്രം ഇങ്ങനെ കാണാം, ഇതുപോലെയുള്ള രീതിയിലാണ് സ്പെക്ട്രംസ് വരിക. ഓക്കെ, നിങ്ങളതിനെ ഫോട്ടോഗ്രാഫ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ So basically a spectrum is a map of light coming from a star. It consists of all the emitted light spread out according to the wavelength. That means wavelength means according to the color, so that different amounts of light at different wavelengths can be measured. So we can say red stars have a lot of light at the red end of the spectrum, and blue stars have a correspondingly larger amount at the blue end. However, an important point to note is that in addition to this light, there will be a series of dark lines superimposed upon. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റുകളുണ്ട്, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡാർക്ക് ലൈൻസും കാണാം. അപ്പോൾ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതിൽ ഇനി പറയാനുള്ളത്, സോ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. An important point to note is that in addition to this light, there will be a series of dark lines superimposed upon this rainbow-like array of colors. So these are called the absorption lines, which are formed in the atmosphere of the star. In rare cases, there are bright lines too, called the emission lines. Okay, so when hydrogen gas is heated to a high temperature, the number of collisions between atoms can continually bump electrons to higher energy levels, and an emission line spectrum results. This consists of photons that are emitted as each electron falls back to the lower level. ഓക്കെ, ഇതിൽ നോക്കുക, ഇതാണ് നമ്മുടെ ഒരു അയണൈസേഷൻ കേസിലുള്ള നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പല ലെവൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എ കാണാം, പിന്നെ അതുപോലെ ബി കാണാം, സി കാണാം. അപ്പം എ ആണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ലെവൽസ്. ബി നിങ്ങൾക്ക് കാണാം, കുറേ ഡാർക്ക് സ്പേസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കാണാം പല കളേഴ്സിലും. സോ ഇത് ശരിക്കും ഒരു എമിഷൻ സ്പെക്ട്രയാണ്, ആ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള എമിഷൻ മാത്രം വരുന്നതാണ്. ഇനി അതിൻ്റെ ഇടയിൽ സി, ഇതിൻ്റെ കുറേ കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ റെയിൻബോ കളേഴ്സ് കാണാം, അതിൻ്റെ ഇടയിൽ ഡാർക്ക് ലൈൻസ് ആണ്, അത് അബ്സോർഷൻ സ്പെക്ട്രയാണ്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസിൻ്റെ ഇടയിലുള്ള കൃത്യമായിട്ടുള്ള എനർജി ഉണ്ട്, എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസുകളിൽ നിങ്ങൾ അബ്സോർഷൻ സ്പെക്ട്രയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അബ്സോർഷൻ സ്പെക്ട്രേൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഈ ഒരു എനർജി ലെവൽ കറക്റ്റായിട്ട് വരുന്ന കേസിൽ നിങ്ങൾക്ക് അവിടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ രണ്ട് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ലെവൽ 1ലുള്ള ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് ലെവൽ 2ലേക്ക് പോകുമ്പോൾ അവിടെ ഒരു അബ്സോർപ്ഷനാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡാർക്ക് ലൈന് കാണാം. അപ്പോൾ 656.3 നാനോമീറ്റർ കറക്റ്റായിട്ട് വരുമ്പോൾ, എനർജി കറക്റ്റായിട്ട് വരുമ്പോൾ ലെവൽ 1ൽ നിന്ന് ലെവൽ ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു എനർജി ഗ്യാപ്പ് എവിടെയാണ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ലെവൽ 2ൽ നിന്ന് ലെവൽ 3ൻ്റെ ഇടയിലാണ് 656.3 നാനോമീറ്റർ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഇത് നോക്കിക്കോ, ഇതിലിപ്പം ഒരു 410.1 ഉണ്ട്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ഇതിൽ ഈ സ്പെക്ട്രയിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയാണ് 486.1 ഉണ്ട്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ലെവൽ
ലെവൽ 4 ആൻഡ് ലെവൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, ഡിഫറെൻറ്റ് എനർജി വരുന്നതനുസരിച്ച് എമിഷൻ സ്പെക്ട്ര അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്ര കിട്ടും. സോ ഇതിൻ്റെ അകത്ത് എമിഷൻ ലൈൻ സ്പെക്ട്ര ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് അബ്സോർപ്ഷൻ ലൈൻസിൻ്റെ എമിഷൻ ലൈൻസും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പറയാനുള്ളത്, ദ ഒറിജിൻ ഓഫ് ദ അബ്സോർപ്ഷൻ ലൈൻസ് ആർ ഡ്യൂ ടു ദ ഡിഫറിങ് എമൗണ്ട് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ cooler atmosphere of the stars. Not only are photons emitted but they may also be absorbed. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എമിഷൻ മാത്രമല്ല, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുമ്പോൾ എമിഷൻ സ്പെക്ട്രയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ അതിന് ജസ്റ്റ് റിവേഴ്സും സംഭവിക്കും. ലെവൽ 1 നിന്ന് ലെവൽ 3 പോകുമ്പോൾ അവിടെ അബ്സോർപ്ഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് പറഞ്ഞ കാര്യം. സോ ഇൻ ഹൈഡ്രജൻ ഗ്യാസ് an electron moving from level 2 to level 1 will be emit a photon that has a wavelength of 121.6 nanometer. An electron absorbing a photon of this wavelength will jump from level 1 to level 2. Such jumps from different levels are called transitions. അതിനകത്ത് സാധാരണ നമ്മൾ ട്രാൻസിഷൻസ് ആണ് പറയാറ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. Emission lines are simply the results of downward jumps or transitions of electrons between the energy levels, while the absorption lines are upward transitions. So the factor that determine whether an absorption line will arise is the temperature of the star's atmosphere. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു അപ്വേർഡ് ജമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉണ്ടാകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അപ്വേർഡ് ജമ്പ് സംഭവിക്കുന്നത്. So a hot star will have different absorption lines than a cooler star. The classification of star is determined by examining its spectrum and measuring various aspects of the absorption line. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റെല്ലാർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ സ്പെക്ട്രം നോക്കിയിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിനെ സ്റ്റാർസ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ വിച്ച് ഈസ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഡിക്രീസിങ് ടെമ്പറേച്ചർ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം OBAFGKMLRNS ഇങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ദിസ് സീക്വൻസ് ഗോസ് ഫ്രം ഹോട്ട് ബ്ലൂ സ്റ്റാർ, that is type O and type B, okay, to a cool red star, that is type KML. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ. അതാണ് സോ അടുത്ത് പറയുന്നത്. ഇൻ അഡീഷൻ ദർ ആർ റെയർ ഹോട്ട് സ്റ്റാർസ് കോൾഡ് വോൾഫ് റോയ്ഡ് സ്റ്റാർസ്, ക്ലാസ്സസ് WC and WN, exploding stars like Q and particular stars P. സോ ഇതിൻ്റെ ഒക്കെ നോമൻക്ലേച്ചറാണ്, ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ലെറ്റേഴ്സ് വെച്ചിട്ട്. പിന്നെ സ്റ്റാർസ് ടൈപ്സ് R, N and S actually overlap the class M and so R and N have been reclassified as C-type stars and the C stands for carbon stars. ഓക്കെ, അപ്പോൾ കാർബൺ സ്റ്റാർസ് എന്താണെന്നൊക്കെ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ ക്ലാസ് L that also be introduced. Furthermore, the spectral types are divided into 10 spectral classes beginning with 0 up to 9. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഓരോന്നിലും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ OBA അതുപോലെയുള്ള ആ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ O9, O1 ആ രീതിയിലുള്ള വേറൊരു ടൈപ്പ് ഉണ്ട്. സോ യു ക്യാൻ സേ A class A1 സ്റ്റാർ ഹോട്ടർ ദെൻ A class A8. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ടർ ആയിട്ടുള്ള സ്റ്റാറാണ്. ഓക്കെ, ഹോട്ട് ബ്ലൂ സ്റ്റാർസിലാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ A1, A2, A3 ആ രീതിയിൽ പോകും. അപ്പോൾ അതിൽ A1 ഈസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ഹോട്ടർ ദെൻ എ ക്ലാസ് A8. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് വീണ്ടും നമുക്ക് അതൊക്കെ എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ അതിനെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള നോമൻക്ലേച്ചേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ furthermore we can also find prefixes and suffixes like a star with emission lines, അതിനെ സ്മോൾ ഇ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. മെറ്റാലിക് ലൈൻസ് ഉണ്ടെങ്കിൽ സ്മോൾ എം കൊണ്ട്, പെർട്ടിക്കുലർ സ്പെക്ട്ര ഉണ്ടെങ്കിൽ സ്മോൾ p, വേരിയബിൾ സ്പെക്ട്ര ഉണ്ടെങ്കിൽ സ്മോൾ v, എ സ്റ്റാർ വിത്ത് എ ബ്ലൂ ഓർ റെഡ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ q, ഈ രീതിയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ സ്റ്റാർസിന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറുകളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത്
ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു നോമൻക്ലേച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ. For more historical reasons, spectra of the hotter star of type O, A and B are sometimes referred as early type stars, and while the cooler ones K, M, L, and M, L, C, and S are later type, and F and G stars are designated intermediate type stars. ഓക്കെ. അപ്പോൾ അതൊക്കെ ഏർലിയർ ആയിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ ഏർലി ടൈപ്പ് ഉണ്ട്, പിന്നെ ലേറ്റർ ടൈപ്പ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഓരോരോ ടൈമിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സ്റ്റാറുകളെ അതിനെ നോമൻക്ലേച്ചർ കൊടുക്കുകയാണ്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 0, 1, 2, 3 എന്നുള്ള രീതിയിൽ വീണ്ടും അതിൻ്റെ ഇടയിൽ തന്നെ കൊടുക്കേണ്ടി വരും. ആ രീതിയിലൊക്കെ നോമൻക്ലേച്ചർ ചെയ്യാം. ഇതുപോലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ you can also classify the stars based on its luminosity, so which is related to its intrinsic brightness with the following type: super giants, bright giants, sub giants, dwarf, sub dwarf, white dwarf. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ സൂപ്പർ ജെയിൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ലെറ്ററിങ്ങിൽ 1 കാണാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ടെത്തുമ്പോൾ പല സ്റ്റാറുകളുടെയും പേരിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1 കണ്ടു കഴിഞ്ഞാൽ അത് സൂപ്പർ ജെയിൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എയിൽ തന്നെ ചിലപ്പം 1, അതിൻ്റെ എ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ നോമൻക്ലേച്ചറൊക്കെ കഴിഞ്ഞിട്ട് 1 അല്ലെങ്കിൽ 5 ആകുമ്പോൾ അത് ഡോഫാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. സോ അതാണ് അത് അനദർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ.